KPCC അംഗം NK സുധീർ വീണ്ടും കോൺഗ്രസ് പാളയത്തിലേക്ക്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസ് വിട്ട സുധീർ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മാതൃസംഘടനയിലേക്ക് തിരിച്ചെത്തുന്നത്. സ്വന്തം മനസാക്ഷിയുടെ ശബ്ദം കേട്ടാണ് ഈ തീരുമാനമെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ജീവിതത്തിൽ പല സാഹചര്യങ്ങളും തീരുമാനങ്ങളും അനിവാര്യമാണല്ലോ. രാഷ്ട്രീയമായ ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞാൻ ചെറിയൊരു ഇടവേള എടുത്തിരുന്നു. എന്നാൽ എൻ്റെ രാഷ്ട്രീയ വേരുകളും ആശയങ്ങളും എന്നും കോൺഗ്രസ് പ്രസ്ഥാനത്തോടൊപ്പമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഞാൻ വീണ്ടും കോൺഗ്രസ് കുടുംബത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണെന്ന് സുധീർ ഫേസ്ബുക്കിൽ കുറിച്ചു. കോഴിക്കോട്ട് വീണ്ടും നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ യുവാവിനാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബിൽ നടത്തിയ PCR പരിശോധനയിലാണ് നിപ്പ പോസിറ്റീവായത്. നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ രോഗിക്ക് വിദഗ്ധ പരിശോധനകളുടെ ഭാഗമായി MRI സ്കാൻ എടുത്തിരുന്നു. രോഗലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന് ഇയാളെ നിലവിൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രോഗിയുടെ നിലവിലെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് സ്വകാര്യ ആശുപത്രി അധികൃതർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇയാളെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രത്യേക നിപ്പ വാർഡിലേക്ക് മാറ്റാൻ ആരോഗ്യവകുപ്പ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാമ്പനാറിൽ 2 ദിവസത്തിനിടെ 19 പേരെ കടിച്ച നായ്ക്ക് പേവിഷബാധ. പ്രദേശത്തെ പ്രധാന വ്യാപാര കേന്ദ്രമായ പാമ്പനാർ മാർക്കറ്റിലും പരിസരങ്ങളിലുമായി 19ഓളം പേരെയാണ് ഈ നായ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. മനുഷ്യർക്ക് പുറമെ മറ്റ് തെരുവ് നായ്ക്കളെയും കന്നുകാലികളെയും ഇത് കടിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ വ്യാപകമായി വാക്സിനേഷൻ നടത്താനാണ് തീരുമാനം. പീരുമേട് പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 2 ഡോസ് വാക്സിനേഷൻ നൽകി. പീരുമേട് പഞ്ചായത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ പാമ്പനാർ മാർക്കറ്റിലും പരിസര പ്രദേശങ്ങളിലുമാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്. 2 ദിവസത്തിനുള്ളിലാണ് നായ 19ഓളം ആടുകളെ കടിച്ചത്. ഇവർ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. മട്ടന്നൂരിൽ ബൈക്കിന് പിറകിൽ വാനിടിച്ച് വയോധികന് ദാരുണാന്ത്യം. ഉഴവച്ചാൽ ഇടപ്പരശ്ശി കക്കാട്ടുപറമ്പ് അംഗനവാടിക്ക് സമീപത്തെ ആയിഷ മൻസിൽ KB മൂസക്കുട്ടി ഹാജിയാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. മട്ടന്നൂർ ഇരട്ടി റൂട്ടിൽ കൂരൻമുക്ക് ടൗണിലായിരുന്നു അപകടം. സഹോദരന്റെ മകന്റെ കൂടെ ബൈക്കിൽ ഇരട്ടി ഭാഗത്തേക്ക് പോകവെ പിറകെ എത്തിയ വാൻ ബൈക്കിന്റെ പിറകിൽ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നഗ്നത പ്രദർശനം നടത്തിയെന്നാരോപിച്ച് റാന്നിയിൽ മധ്യവയസ്കനെ ആൾക്കൂട്ടം ആക്രമിച്ച സംഭവം 5 പേർ അറസ്റ്റിൽ. റാന്നി സ്വദേശികളായ ശശി, റോജി, ജിഷ്ണു, മഹേഷ്, റെജിൻ എന്നിവരാണ് അറസ്റ്റിലായത്. കൈകൾ കൊണ്ടും വടികൾ കൊണ്ടും മർദ്ദിച്ചത് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. റാന്നി ഉന്നക്കാവ് സ്വദേശി വർഗീസ് മാത്യുവിനെയാണ് കഴിഞ്ഞ ദിവസം ആൾക്കൂട്ടം ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത്. നഗ്നനായി വീട്ടിൽ അതിക്രമിച്ച് കയറി ഒളിഞ്ഞു നോക്കിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. റാന്നി കരിങ്കുറ്റിയിലാണ് സംഭവം. വർഗീസ് മാത്യുവിനെ മർദ്ദിച്ചവർക്കെതിരെയും മർദ്ദനമേറ്റ ആൾക്കെതിരെയും റാന്നി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് എത്തി വർഗീസിനെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു.